ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ന്യൂട്രലാണ്. ഈ ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്ക് വരാറുണ്ടല്ലേ. എന്താണ് ന്യൂട്രൽ, എന്തിനാണ് ന്യൂട്രൽ, ഈ ന്യൂട്രൽ എർത്ത് ചെയ്യുന്നത് എന്തിനാണ്, ന്യൂട്രൽ എർത്ത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, ഈ ഫ്ലോട്ടിംഗ് ന്യൂട്രൽ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാം തീർക്കാൻ പോവാം ടു ദ വീഡിയോ. നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലേ ഈ ന്യൂട്രലിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ ജനനം മുതൽ തുടങ്ങണം, വേണ്ടേ, എങ്കിലേ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്തുള്ളൂ. അപ്പം ഈ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന ട്രാൻസ്ഫോമർ കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയും. ഈ ട്രാൻസ്ഫോമറിന് രണ്ട് സൈഡുണ്ട്. ഒന്ന് പ്രൈമറി സൈഡ്, അങ്ങോട്ടാണ് നമ്മുടെ 11 kV സപ്ലൈ വന്ന് കയറുന്നത്. രണ്ടാമത്തേത് സെക്കൻഡറി സൈഡ്, അവിടെ നിന്നാണ് നമ്മുടെയൊക്കെ വീട്ടിലോട്ട് സപ്ലൈ പോകുന്നത്. ക്ലിയർ? ഇനി ഈ പ്രൈമറി സൈഡ് ഈ കാണുന്ന പോലെ ഡെൽറ്റ കണക്റ്റഡ് ആയിരിക്കും. അതായത് 3 ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനെ നമ്മൾ 3 ഫേസ് 3 വയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയും. കാരണം ഇവിടെ 3 വയറല്ലേ ഉള്ളൂ. അപ്പം അതേപോലെ തന്നെ ഈ സെക്കൻഡറി സൈഡ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ ഈ 3 ഫേസ് കൂടാതെ ഈ സ്റ്റാർ പോയിന്റിൽ നിന്നും നമ്മൾ ഒരു കണക്ഷനോട് എടുക്കുന്നുണ്ട്. ഈ കണക്ഷനെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഇതിനെ നമ്മൾ 3 ഫേസ് 4 വയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നാണ് പറയുക. കാരണം ഇവിടെ 4 വയർ വരുന്നുണ്ട് അല്ലേ, 3 ഫേസ് കൂടാതെ ഈ ന്യൂട്രൽ ഇവിടെ വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എന്തോ ചെയ്യാറുണ്ട്, ഈ സ്റ്റാർ പോയിന്റ്, അതായത് ന്യൂട്രൽ എടുക്കുന്ന കണക്ഷൻ്റെ അവിടെ നമ്മൾ എർത്തും ചെയ്യാറുണ്ട്. അത് ചിലർ എർത്തിങ് എന്നും പറയാറുണ്ട്, ഗ്രൗണ്ടിങ് എന്നും പറയാറുണ്ട് കേട്ടോ. ഇത് രണ്ടും സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. അതായത് ബ്രിട്ടീഷ് ലാംഗ്വേജ് ആണ് എർത്തിങ്, ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് അമേരിക്കൻ. ഈ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ക്ലിയർ? ന്യൂട്രലിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു നിന്ന് നമുക്ക് പ്രധാനമായിട്ടും 2 സംശയങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത അല്ലേ. ഒന്ന്, ന്യൂട്രൽ എന്തിനെർത്ത് ചെയ്യുന്നു, രണ്ടാമത്തേത് ന്യൂട്രൽ എർത്ത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ അല്ലേ. ഈ 2 സംശയങ്ങൾ നമുക്ക് ആദ്യം തീർക്കാം. ഒരു 3 ഫേസ് സിസ്റ്റം ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? ഓരോ ഫേസിലും കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് ഐഡൻറ്റിക്കൽ ആയിരിക്കണം, ഫേസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആയിരിക്കണം, അതേപോലെ 3 ഫേസും തമ്മിൽ 120 ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ. ഇത് 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സിസ്റ്റം ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിൽ നമ്മുടെ ന്യൂട്രലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. സ്വാഭാവികമായിട്ട് ന്യൂട്രലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും അപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് രണ്ടും 0 ആണെങ്കിൽ പിന്നെ നമുക്ക് ആ ന്യൂട്രലിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷേ പ്രാക്ടിക്കലി അണ്ടർ നോർമൽ കണ്ടീഷൻ 3 ഫേസ് ലോഡുകളെ മാത്രമേ നമുക്ക് ബാലൻസ്ഡ് ലോഡെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 3 ഫേസ് ലോഡുകൾക്ക് നമുക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ ന്യൂട്രലിൻ്റെ ആവശ്യമില്ല. നമ്മൾ 3 ഫേസ് മാത്രമല്ലേ കൊടുക്കാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 3 ഫേസ് മോട്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ 3 ഫേസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഏതൊരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാലും അവിടെ സിംഗിൾ ഫേസ് ലോഡ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ എടുത്തു കഴിഞ്ഞാലോ, കൊമേഴ്ഷ്യൽ എടുത്തു കഴിഞ്ഞാലോ, ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാലോ, ഏത് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാലും അവിടെ ലൈറ്റ് വേണമല്ലോ അല്ലേ, മേ ബി ഫാൻ വേണമല്ലോ അല്ലേ, 6 ആംപിയറിൻ്റെ സോക്കറ്റുകൾ വേണമല്ലോ. അപ്പം ഇതെല്ലാം സിംഗിൾ ഫേസ് ലോഡുകളാണ് അല്ലേ. അപ്പം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഹോം അപ്ലയൻസസ് എടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്? സിംഗിൾ ഫേസ് ലോഡുകളാണ്. അപ്പം ഇങ്ങനെയുള്ള സിംഗിൾ ഫേസ് ലോഡുകൾ നമ്മളെങ്ങനെ 3 ഫേസ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ലോഡുകൾ R ഫേസിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് ലോഡ് എന്ത് ചെയ്യും? Y ഫേസിൽ കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ലോഡ് എന്ത് ചെയ്യും? B ഫേസിൽ കണക്ട് ചെയ്യും അല്ലേ. അപ്പം തിയററ്റിക്കലി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 3 ഫേസിലായിട്ട് ഈ ലോഡുകളെ നമുക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. തിയററ്റിക്കലി നമുക്ക് ചെയ്യാം. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഈ 3 ഫേസിലെയും ലോഡ് ഈക്വലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ഉള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ 3 ഫേസ് ലോഡ് അൺഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ ഫേസിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടും എന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആവില്ലേ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പം അൺബാലൻസ്ഡ് സിസ്റ്റത്തിൽ 3 ഫേസിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലിയർ? നമുക്കറിയാം, എർത്തിൻ്റെ പൊട്ടൻഷ്യൽ എപ്പോഴും എന്താണ്? 0 ആണ് അല്ലേ. അതൊരിക്കലും മാറാറില്ല. പക്ഷേ ഈ ഒരു അൺബാലൻസ്ഡ് കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മുടെ ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യലില്ലേ, ഐഡിയലി നമ്മൾ 0 എന്ന് പറയുന്ന ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? 0ൽ നിന്നും മാറും. ക്ലിയർ? അത് ചിലപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എർത്ത് 10 വോൾട്ട് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 50 വോൾട്ട് ആവാം, ചിലപ്പം 100 വോൾട്ട് ആവാം.
അപ്പം ഇങ്ങനെ പൊട്ടൻഷ്യൽ മാറുന്നത് എപ്പോഴും നമ്മുടെ ആ സിസ്റ്റത്തിൽ എത്രത്തോളം അൺബാലൻസിങ് ഉണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ക്ലിയർ? അപ്പം ഇവിടെ ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ മാറിക്കൊണ്ടിരിക്കുമല്ലേ, ഫിക്സഡ് അല്ലല്ലോ. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ന്യൂട്രൽ എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പം ഈ ഫ്ലോട്ടിംഗ് ന്യൂട്രൽ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂട്രൽ എർത്ത് ചെയ്യാത്തത് കൊണ്ട് വരാം. അതേപോലെ തന്നെ ഈ എർത്ത് ചെയ്ത ന്യൂട്രൽ എവിടെയെങ്കിലും കട്ടായി പോവുകയാണെങ്കിൽ വരാം. പിന്നെ അതേപോലെ ഈ ന്യൂട്രലിൻ്റെ ടെർമിനൽ എവിടെയെങ്കിലും ലൂസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയും എന്ത് വരാം, ഈ ഫ്ലോട്ടിംഗ് ന്യൂട്രൽ എന്ന് പറയുന്ന കണ്ടീഷൻ വരാം. അപ്പോൾ ഫ്ലോട്ടിംഗ് ന്യൂട്രൽ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇങ്ങനെ ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ സീറോയിൽ നിന്നും മാറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാം. ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ സീറോയിൽ നിന്നും മാറി, അതായത് പൊട്ടൻഷ്യൽ കൂടുവാണെങ്കിലുള്ള പ്രശ്നം, പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഈക്വൽ വോൾട്ടേജസ് ആണ്. അതായത് ഓരോ ഫേസിനും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഫേസിൽ വോൾട്ടേജ് കുറവാണെങ്കിൽ ബാക്കിയുള്ള ഫേസിൽ ചിലപ്പോൾ എന്തായിരിക്കും, വോൾട്ടേജ് കൂടുതലായിരിക്കും. അതായത് നമുക്കറിയാം, നോർമലി നമ്മുടെ 240 വോൾട്ടേജ് ആണെങ്കിൽ ചില വീടുകളിൽ ചിലപ്പം എന്തേ കാണത്തുള്ളൂ, ചിലപ്പം 120 വോൾട്ടേ കാണത്തുള്ളൂ. പക്ഷേ ചില വീടുകളിൽ എന്തായിരിക്കും, ഈ 240 വോൾട്ടേജിന് പകരം ഒരു 350 വോൾട്ടൊക്കെ കയറും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു 240 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ലോഡിലോട്ട് ഈ പറയുന്ന പോലെ ഒരു 315 അല്ലെങ്കിൽ 320 വോൾട്ട് വരുമ്പോൾ അവസ്ഥ എന്തായിരിക്കും, പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അവിടെ ആ ടൈമിൽ ഏതൊക്കെ ലോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ആ ലോഡൊന്നും ബാക്കി കാണത്തില്ല. അപ്പം ഈ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം, ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ സീറോയിലോട്ട് എത്തിക്കണം. വേണ്ടേ? അങ്ങനെ ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ സീറോയിലോട്ട് എത്തിക്കാനാണ് നമ്മൾ ന്യൂട്രൽ എർത്ത് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷേ ഓർത്തോണം, ഇങ്ങനെ ന്യൂട്രൽ നമ്മളിങ്ങനെ ന്യൂട്രൽ എർത്ത് ചെയ്താലും പ്രാക്ടിക്കലി നമ്മൾ ഈ ന്യൂട്രലിൻ്റെ വയറിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ എന്ത് കാണാം, ഒരു ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് കാണിക്കാറുണ്ട്. ക്ലിയർ? അതെന്ന് പറയുന്നത് നോർമലി നമ്മൾ പറയുന്നത് ഒരു 3 വോൾട്ട് വരെയൊക്കെ ഓക്കെയാണ്. ക്ലിയർ? ഒരു അപ്പർ ലിമിറ്റായിട്ട് നമ്മൾ കാണുന്നത് ഒരു 5 വോൾട്ടാണ്, ഒരു 5 വോൾട്ട്. പക്ഷെ 5 വോൾട്ടൊക്കെ കൂടുതലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ലൈഫിന് കുറയാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ, നമുക്കറിയാം, ഇങ്ങനെ ഒരുപാട് ലെങ്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റിൽ തന്നെ അവർ ഇടയ്ക്കിടെ എന്ത് ചെയ്യും, ന്യൂട്രൽ എർത്ത് ചെയ്ത് വിടും. അതായത് മാക്സിമം നമ്മൾ ഈ പറഞ്ഞ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ്, അതായത് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എർത്ത് കണ്ടീഷനിലാണ്, അതിനെ നമുക്ക് വേണമെങ്കിൽ സ്ട്രേ വോൾട്ടേജ് എന്നും പറയാറുണ്ട്. ക്ലിയർ? ഈ വോൾട്ടേജ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ പോസ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർ എർത്ത് ചെയ്തും വിടാറുണ്ട്. ക്ലിയർ? അപ്പം ഈ ന്യൂട്രൽ എർത്ത് ചെയ്യുന്നതുകൊണ്ട് ഇത് മാത്രമല്ല ഗുണം കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഒരു ലൈറ്റ്നിങ് വരുവാണെന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ആ കറണ്ടിന് ഫ്ലോ ചെയ്യാനൊരു പാത്ത് അവിടെ കിട്ടുന്നുണ്ട് ഇല്ലേ. അതേപോലെ തന്നെ എന്താ പറയണ്ടത്, ഒരു എർത്ത് ഫോൾട്ട് വരുവാണെങ്കിൽ അവിടെയും ആ വരുന്ന കറണ്ടിന് ഫ്ലോ ചെയ്യാനൊരു പാത്ത് അവിടെ കിട്ടും. അപ്പം ഇങ്ങനൊക്കെ ഒരു പാത്തൂടെ നമ്മൾ ഈ പറഞ്ഞ എർത്തിങ് ത്രൂ അത് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. പാത്ത് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഫേസിലും ഉണ്ടാകുന്ന വോൾട്ടേജ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും, അൺഈക്വൽ വോൾട്ടേജസ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ ചില സമയങ്ങളിൽ മാക്സിമം അപ് ടു ലൈൻ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേസിൽ എത്ര, അപ്രോക്സിമേറ്റ്ലി 415 വോൾട്ട്. അപ്പം 240 വോൾട്ടിന് പകരം അവിടെ 415 വോൾട്ട് വരെ ഒരു ഫേസിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ന്യൂട്രൽ മസ്റ്റായിട്ടും എർത്ത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ന്യൂട്രൽ എന്താണെന്നും ന്യൂട്രൽ എന്തിനാണ് എർത്ത് ചെയ്യുന്നതും എർത്ത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും ഫ്ലോട്ടിംഗ് ന്യൂട്രൽ എന്താണെന്നും അല്ലേ, 3 ഫേസ് ലോഡിൽ നമ്മൾ 3 ഫേസ് മാത്രം കൊടുക്കാനുള്ള കാരണം എന്താണെന്നും ഇതെല്ലാം ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനിയുമുണ്ട് 1-2 കുറച്ച് കാര്യങ്ങൾ, അത് നമുക്ക് പാർട്ട് 2 എന്നുള്ള രീതിയിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഇപ്പോൾ തന്നെ ലെങ്ത് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.